എന്ത് സത്യം? നീ കല്യാണിയുടെ കഴുത്തിൽ താലി കെട്ടിയ കാര്യം ഞാൻ പറയുന്നതുവരെ അഖില അറിയാൻ പാടില്ല. ഈ കല്യാണക്കാര്യം അമ്മയോട് നീ പറയില്ലെന്ന് നീ എനിക്ക് സത്യം ചെയ്തു തരണം. എന്തുപറ്റി ആനന്ദ്? സത്യം ചെയ്തു തരാൻ പറ്റില്ലേ നിനക്ക്? അച്ഛാ, ഞാനും കല്യാണി ഇഷ്ടത്തിലായിരുന്നു എന്നുള്ള കാര്യം ഒളിപ്പിച്ചു വെക്കുന്ന പോലെ അല്ല ഇത്. അറിയാം, നീയും കല്യാണിയും തമ്മിലുള്ള ഈ രഹസ്യ കല്യാണം അംഗീകരിക്കാനുള്ള മനസ്സ് എനിക്കുണ്ടായി. പക്ഷേ അഖിലയ്ക്കത് ഉണ്ടാവണമെന്നില്ല. ആ ഒരു മാനസികാവസ്ഥയിലല്ല. അച്ഛാ, എന്നായാലും അമ്മയെ ഒരു ദിവസം അറിയിച്ചല്ലേ പറ്റൂ. ശരിയാണ്, എന്നായാലും ഇത് അറിയിച്ചേ പറ്റൂ. പക്ഷേ അതെന്റെ പിറന്നാൾ ദിവസമേ പറയാവൂ. അന്ന് ഞാൻ എന്ത് ചോദിച്ചാലും അഖില ഒരു മടി കൂടാതെ സാധിച്ചു. അധിക നാളില്ല, അടുത്ത മാസം 15-ന് എന്റെ പിറന്നാളാണ്. അന്ന് പിറന്നാൾ സമ്മാനമായി നിന്റെ ഈ പ്രണയവിവാഹം അംഗീകരിക്കാൻ ഞാൻ അഖിലയോട് പറയും. അപ്പോൾ തീർച്ചയായും അഖില ഇത് അംഗീകരിക്കും. എനിക്കത് ഉറപ്പാണ്. അതിനു മുമ്പ് ഈ കല്യാണക്കാര്യം നീ അവളോട് പറഞ്ഞാൽ അവള് നിന്റെ ഇഷ്ടത്തിന് എതിര് നിൽക്കുകയൊന്നുമില്ല. ചിലപ്പോ സ്വയം ജീവിതം അവസാനിപ്പിച്ചെന്ന് വരും. അതുകൊണ്ട് തൽക്കാലം എന്റെ പിറന്നാൾ വരെ ഈ കല്യാണക്കാര്യം അഖില അറിയാൻ പാടില്ല. നീ എന്താ ആലോചിക്കുന്നത്? ഇതല്ലാതെ ഞാൻ നോക്കിയിട്ട് മറ്റൊരു വഴിയില്ല. ശരി, ഞാനും കല്യാണിയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞു എന്നത് അമ്മയോട് അച്ഛൻ പറയുന്നത് വരെ ഞാനായിട്ട് പറയില്ല. പ്രോമിസ്. താങ്ക്സ്. വാ. അമ്മ, വലിയ കുഞ്ഞെൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് അച്ഛനും അഖിലാമ്മയോടും അറിഞ്ഞിട്ടില്ല. അങ്ങനൊരവസ്ഥ വരുത്തിയതിന് അമ്മ എന്നോട് പൊറുക്കണം. മറ്റൊരു വഴിയും മുന്നിലില്ലായിരുന്നു അമ്മ. അമ്മ വേണം അച്ഛൻ്റെയും അഖിലാമ്മയുടെയും മനസ്സ് മാറ്റി ഈ കല്യാണം അംഗീകരിപ്പിക്കാൻ. ഇത്രയും നാളും ഡ്രൈവർ ദാസിന്റെ മകളായിട്ട് ആ വീട്ടിലെ വെറും ഒരു ജോലിക്കാരിയായിട്ടാ ഞാൻ തൃച്ചംബരത്തേക്ക് പോയി വന്നത്. ഇന്ന് വലിയ കുഞ്ഞിന്റെ ഭാര്യയായിട്ട് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി മാഡത്തിന്റെ മൂത്ത മരുമകളായിട്ട് വലതുകാല് വെച്ച് കയറാൻ പോവാ. ഇനി മുതൽ തൃച്ചംബരത്തെ ജോലിക്കാരിയാണെന്ന കാര്യം മറന്നിട്ട് മൂത്ത മരുമകളായി നടക്കണമെന്നാ വലിയ കുഞ്ഞ് പറഞ്ഞിരിക്കുന്നത്. എന്റെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷന്റെ വാക്ക അത് പാലിക്കാതിരിക്കാൻ പറ്റുമോ അമ്മ? അതിന് അമ്മ തന്നെ എന്നെ സഹായിക്കണം.
എന്തു പറ്റി? പിണക്കാണോ? കഴിഞ്ഞ 1-2 ദിവസം ഞാൻ അനുഭവിച്ചൊക്കെ പറഞ്ഞ നിനക്ക് എല്ലാം അറിയാവുന്നതല്ലേ. നമ്മൾ ഒരുമിച്ച് വന്നതല്ലേ തൃച്ചംബരത്തേക്ക്. ആദ്യം നീ ആ മണ്ണിലേക്ക് വേരോടിച്ച് ആ വീട്ടിലെ ഒരു അംഗമായി. അതുപോലെ ഞാനും ഇപ്പോ ഒരിക്കലും പിഴുതറിയാൻ പറ്റാത്തൊരംഗമായിട്ട് മാറിയിരിക്കുക. അവിടെ നിങ്ങോട്ട് മാറിയപ്പോഴും നീ എന്റെ കൂടെ വേണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. എല്ലാത്തിനും സാക്ഷിയായി എന്റെ കൂടെ. എന്താ സന്തോഷായില്ലേ? തൃച്ചംബരത്തേക്ക് മരുമകളായി വലതുകാലി വെച്ച് കയറുമ്പോഴും നീ സാക്ഷിയായി എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. നിലവിളക്കെടുപ്പിച്ച് വലതുകാല് വെച്ച് വീടിനുള്ളിലേക്ക് കയറ്റാനൊന്നും ആരും ഉണ്ടാവില്ലെന്നറിയാലോ. അതിലും ഐശ്വര്യമുള്ള എന്റെ ചങ്ങാതിയുടെ സാന്നിധ്യം മതി എനിക്ക്. മൺചിരാതിന്റെ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ? മധുരം പകരും ഒരു പിടി നിമിഷവുമായി ഇതുവഴി പോരുവതാരോ തിരിതിരിയുടെ കതിരൊളിയോ മരിച്ചേരോടെ തൊഴുതുണരാനും എന്താണെന്താ
ചെമ്പരത്തി, കൂട്ടുകാരി കല്യാണക്കാരൻ പറഞ്ഞോ നിന്നോട്? ആരാരും കാണാതെ പുന്നാരം ചൊല്ലാതെ നെഞ്ചോരം ചായുന്ന പൊന്നീണമേ, ആരോടും മിണ്ടല്ലേ രാവാകെ ഞാനില്ലേ മിന്നാരം നെയ്യുന്ന പൂമാലയായി. നീഹാരപ്പൂമയോരം നാണം നീയല്ലേ പെണ്ണേ, നിന്നോരം മോഹം തേടും നേരമോ, കണ്ണാടി കണ്ണിൽ മിന്നും മന്ദാരപ്പൂവേ നീയേ, എന്നോരം എന്തേ വന്നു മോഹമായി. ആരാരും കാണാതെ പുന്നാരം ചൊല്ലാതെ നെഞ്ചോരം ചായുന്ന പൊന്നീണമേ. കല്യാണി, നീ ഇന്ന് വരുമെന്ന് ഞാൻ കരുതിയില്ല. അതെന്താ ചേച്ചി? ഇന്നു മുതല് മറ്റൊരടുക്കളയിൽ നിൽക്കേണ്ടതല്ലായിരുന്നോ? എന്തു പറയാനാ കല്യാണി, വിധി പോലെ കാര്യങ്ങൾ നടക്കൂ. കല്യാണിക്ക് വിധിച്ചത് ഈ കല്യാണം അല്ലെന്ന് കരുതിയാ മതി. പാവം ദാസേട്ടന്റെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടം. അച്ഛന് നല്ല വിഷമമുണ്ട്. അത് കുറച്ച് കഴിയുമ്പോ മാറിക്കോളും. അല്ല, മാഡത്തിന് ചായ കൊടുത്തോ? അല്ല, ഇന്ന് ടിഫിൻ എന്താ പറഞ്ഞത്? കല്യാണി, നീ അപ്പോ ഒന്നും അറിഞ്ഞില്ലേ? എന്തറിഞ്ഞില്ലേന്ന്? മാഡവും സാറും ഇവിടെ ഇല്ല, മൂകാംബികയിലേക്ക് പോയിരിക്കുക. 2 ദിവസം കഴിഞ്ഞേ മടങ്ങും. മാഡവും സാറും മൂകാംബികയിലേക്ക് പോയെന്നോ? ആനന്ദ് സാറിന്റെ കല്യാണം മുടങ്ങിയത് കൊണ്ടാവും. മാഡത്തിന് നല്ല വിഷമമുണ്ടെന്നാ തോന്നുന്നേ. ദൈവങ്ങളെ കൈവിടാതെ കാത്തോണേ. മാഡം ഇല്ലാത്തതുകൊണ്ട് മൂത്ത മരുമകളുടെ അവകാശത്തിലാ ഞാൻ ഈ പൂജയൊക്കെ ചെയ്തത്. കല്യാണ മണ്ഡപത്തിൽ വെച്ച് മാഡത്തിന്റെ മനസ്സിൽ ഞാൻ എന്നും ഉണ്ടാവുമെന്ന് പറഞ്ഞത് മറന്നിട്ടില്ല ഞാൻ. അഖില മാഡത്തിന്റെ മനസ്സിലുണ്ടായ പോരാ, ആ മനസ്സിലെ
മൂത്ത മരുമകളുടെ സ്ഥാനത്തിൽ ഞാൻ ഉണ്ടാവണം. അതിനുള്ള അനുഗ്രഹം എനിക്ക് തരണം. ഈ പൂജാമുറിയിൽ തൃച്ചംബരത്തെ മൂത്ത മരുമകളായി ദിനം തോറും വിളക്ക് തെളിയിക്കാനുള്ള ഭാഗ്യം എനിക്ക് തരണം.